ഹലോ, നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് എൻ്റെ മുത്തുമണികൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ മോഹിനിയുടെ പിറന്നാളിന് മോഹിനി ആഗ്രഹിച്ചതുപോലെ തന്നെ മോളും മരുമോനും ഒക്കെ, കാരണം മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ ഒത്തൊരുമിച്ച് തൻ്റെ പിറന്നാൾ നല്ല രീതിയിൽ ആഘോഷിച്ചതിൽ നമ്മുടെ മോഹിനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പോൾ ആദ്യ ട്രിപ്പ് സദ്യ അവർ മാത്രം ഇരുന്ന് കഴിച്ചു, മറ്റേ പ്രതാപനും കരുണയും മുത്തശ്ശിയും പിന്നീട് കഴിച്ചു കൊള്ളാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോയി. അങ്ങനെ ഈ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ഒപ്പം മോഹിനി ഇരുന്ന് സദ്യ കഴിച്ച്. നമ്മുടെ മഹാലക്ഷ്മിക്ക് ഒരുപാട് ഇഷ്ടമാണ് പാൽപ്പായസം. അങ്ങനെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പാൽപ്പായസം വയറ് നിറച്ചും കുടിച്ചു. പക്ഷേ കണ്ണൻ ഒരു ഗ്ലാസ്സേ കുടിച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ കരുണയ്ക്കൊരു ഇതുണ്ടായിരുന്നു, കാരണം മുത്തശ്ശിയോടുത്ത് ചെന്ന് ചോദിച്ചായിരുന്നു, മുത്തശ്ശി ഒരു ഗ്ലാസ്സേ കണ്ണൻ കുടിച്ചിട്ടുള്ളൂ, അപ്പോൾ ആ വിഷം നല്ല രീതിയിൽ കണ്ണൻ ഇനി കിട്ടില്ലേ. അപ്പം മുത്തശ്ശി പറഞ്ഞായിരുന്നു, ആ മരുന്ന് തന്ന അയാൾ പറഞ്ഞു കുറച്ച് ചേർത്താൽ മതി, ആ കുറച്ച് ചേർത്താൽ കൂടിയും ഒരുപാട് ശരീരത്തിന് അപകടങ്ങൾ വന്ന് മരണപ്പെടും. ഞാനാണെങ്കിൽ മൊത്തം അങ്ങ് ചേർത്തേക്കും, അതുകൊണ്ട് എന്തായാലും ഒരു ഗ്ലാസ് പോയിട്ട് ഒരു സ്പൂൺ കുടിച്ചിരുന്നാലും അത് കുടിക്കണവർക്ക് അപകടം ഉറപ്പടിയും മോളെ എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ കരുണയ്ക്ക് വലിയ സന്തോഷമാവണം. അങ്ങനെ എല്ലാവരും ഉറ്റുനോക്കി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാഗറിൻ്റെ ഭാഗത്ത് നമ്മുടെ മേഘനാഥൻ നല്ല അടിപൊളി ഒരു പണി കൊടുത്തൊക്കെയാണ് നമ്മുടെ സാഗറിന്. അതായത് തോമസ് ഡോക്ടർ കാറിൽ വന്നിറങ്ങി രാവിലെ ഹോസ്പിറ്റലിലോട്ട് വിട്ടിട്ട് സാഗറിന് പെട്ടെന്ന് മഞ്ജുവിൻ്റെ കോള് വരികയും സാഗർ മഞ്ജുവിൻ്റെ കോളും എടുത്ത് കാറിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി കുറച്ച് മാറി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ മേഘനാഥൻ പറഞ്ഞ കുറച്ച് ആൾക്കാർ കുറച്ച് എന്തോ ഒരു ഡ്രഗ്സ് ആണെന്ന് തോന്നുന്നു, കുറച്ച് ഐറ്റംസ് കാറിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. പക്ഷേ ഇത് സാഗർ അറിയുന്നില്ല. അപ്പോൾ അത് 8ൻ്റെ പണി സാഗറിന് മേഘം കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ മോഹിനി അല്ലല്ലോ, നമ്മുടെ സീമന്തിനി വരെയാണ് പ്രതാപൻ്റെ അടുത്തും മേഘനാഥൻ്റെ അടുത്തും. എന്നിട്ട് വന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അച്ഛനും മോനും കൂടെ ഇനി മഹാലക്ഷ്മിക്കും കണ്ണനും എതിരെ എന്തെങ്കിലും ആസൂത്രണ പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ മേഘനാഥ, നിനക്കും നാളെ നിൻ്റെ അച്ഛൻ്റെ ഈ അവസ്ഥയാണ്. ഇത് കേൾക്കുമ്പോൾ മേഘനാഥന് വല്ലാത്ത ഒരു ദേഷ്യമാണ്. അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മ, അമ്മ ഒന്നും മിണ്ടാതിരിക്കുമോ, എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി, ഇനിയിപ്പോൾ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാര്യത്തിൽ അവിടെ നമ്മുടെ കരുണയും മുത്തശ്ശിയും ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇനി ഈ സാഗറിൻ്റെ കാര്യവും കൂടെ ഒതുക്കി കഴിഞ്ഞാൽ ആ മഞ്ജുവിനെ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ സീമന്തിനി പറഞ്ഞു, അതെ, മഞ്ജുവിനെ കൊണ്ടുവന്നിട്ട് നീ എന്ത് ചെയ്യാനാ, അവളെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റില്ല, അമ്മ ഒന്നും മിണ്ടാതിരിക്കുക, അവളെ കൊണ്ടുവന്ന് എൻ്റെ ഭാര്യയായിട്ട് വാഴിക്കാനൊന്നുമില്ല, എവിടെയെങ്കിലും പൂട്ടിയെടുത്തിടും, അല്ലാണ്ട് വേറെന്താ എന്നിങ്ങനെ മേഘനാഥൻ പറയും. കാരണം കുഞ്ഞുനാൾ മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് കണ്ണിൻ്റെ സ്വത്തുക്കൾ കിട്ടണം എന്നുള്ളത്. അതുകൊണ്ട് അമ്മ ഒന്ന് അടങ്ങിയിരി. എന്നിട്ടും സീമന്തിന് പറയുന്നുണ്ട്, നീ ഒന്നും പഠിക്കാൻ പോകുന്നില്ല, നീ ഇനി പഠിച്ചാലേ അടങ്ങുള്ളൂ, നീ ഇപ്പോഴും ഓർത്തോ, നീ ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഒന്നീ മാർക്കോയുടെ കയ്യിൽ നിന്ന് നല്ല കയറ് കിട്ടും, അതല്ലെങ്കിൽ തിരിച്ചടി നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ നിനക്കും വന്നു ചേരും. അപ്പോൾ നമ്മുടെ പ്രതാപനും മേഘനാഥനടുത്ത് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നീ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ മേഘ, പ്രശ്നങ്ങളെല്ലാം വീണ്ടും അവതാളത്തിലാവേ ഉള്ളൂ. അപ്പോൾ മേഘം പറയുന്നുണ്ട്, സാഗറിനെതിരെയുള്ള എല്ലാ തുറുപ്പും ഞാൻ എറിഞ്ഞിട്ടാണ് അച്ഛൻ ഇരിക്കുന്നത്, അച്ഛനൊന്ന് സമാധാനപ്പെടും, ഇവനെ തളച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മഞ്ജുവിന് പിന്നെ ആരുമില്ല, കണ്ണനും മഹാലക്ഷ്മി എന്തായാലും ഒതുങ്ങാൻ പോവാണ്, അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അച്ഛ എന്ന് പറയുന്നുണ്ട്. എന്തായാലും വിചാരിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് കണ്ടറിയാമെന്നും പറഞ്ഞ് പ്രതാപൻ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മോഹിനി അവിടെ പിറന്നാളിൻ്റെ പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇനി ഇവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കേക്കൊക്കെ മുറിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മുടെ കരുണയും മുത്തശ്ശിയും പ്രതാപനൊക്കെ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് കരുണ ചെന്ന് ഉണ്ണീനെ വിളിക്കുകയാണ്. അപ്പോൾ ഉണ്ണീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ 2 ദിവസം കഴിഞ്ഞേ ഉണ്ണി വരണുള്ളൂ, കാര്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഒരുവിധം ഓക്കെ ആക്കിയിട്ടുണ്ട്, ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ എല്ലാം പറഞ്ഞ പോലെ തന്നെ സെറ്റാക്കിക്കൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കരുണ പറയുന്നുണ്ട്, ഞാൻ ഇനി പായസം പോയി കുടിക്കട്ടെ. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അതെ, നിനക്ക് പായസം ഇനി മാറിയും തിരിഞ്ഞൊന്നും പോരുത്, അതൊന്നും നീ പേടിക്കണ്ട, ഞാനും മുത്തശ്ശിയും ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് അതിൻ്റേതായ രീതിയിൽ കൃത്യമായിട്ട് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ആദ്യമേ തന്നെ എനിക്ക് പായസം തണുപ്പിച്ച് കുടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പായസം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്, അതിനുശേഷം അവർക്കുള്ള പായസം പ്രത്യേകം എടുത്ത് എല്ലാം ചേർത്തിട്ടാണ് അവർക്ക് കൊടുത്തത്. മഹാലക്ഷ്മി വേണ്ടുവോളം കുടിച്ചിട്ടുണ്ട്, കണ്ണൻ ഒരു ഗ്ലാസ് കുടിച്ചു, എന്നാലും അത് തന്നെ ധാരാളം. അങ്ങനെ വളരെ
സന്തോഷത്തോടെ കരുണ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, കരുണ നീ ഈ സമയത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ കയറി വരികയാണ്. കാര്യം എന്ന് വെച്ചാൽ നീ ഈ വയറ് നിറഞ്ഞിരിക്കുന്ന ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ചും മഹാലക്ഷ്മിക്ക് തിരിച്ചടി വന്ന് ചേരുമോ എന്നുള്ളൊരു ഭയം എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഉണ്ണി പറയുകയാണ്. അപ്പോൾ കരുണ ദേഷ്യപ്പെടുകയാണ്. അതിന് നീ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തത്, ഞാനും മുത്തശ്ശിയും കൂടെ മുൻകൈ എടുത്താണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ പോയി പായസം കുടിക്കട്ടെ, നല്ല പാൽപ്പായസമാണ്, അത് പോയി ഞാൻ കുടിച്ചിട്ട് വരട്ടെ എന്ന് ഇങ്ങനെ നമ്മുടെ കരുണ നമ്മുടെ ഉണ്ണിയോട് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പം കരുണ നേരെ ചെന്ന് പായസം കുടിക്കാനുള്ള തയ്യാറെടുപ്പുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മോൾക്ക് പാൽപ്പായസം ഒരുപാട് ഇഷ്ടമാണെങ്കിൽ അത് മൊത്തം മോള് കുടിച്ചോളൂ, നിനക്ക് ഒന്നാമത് നീ ഈ സമയത്ത് നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കരുണ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ അവിടെ മോഹിനി പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മേ ഞാൻ ഇനി പായസം കുടിക്കാൻ പോകാമെന്ന് പറയുന്നത്. അതിനെന്താ മോൾ എടുത്ത് കുടിക്കുക, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ, തണുത്ത് കാണുമല്ലോ, നീ എടുത്ത് കുടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഇനി 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ, എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമൊക്കെയാണ്. അപ്പം മോഹിനി ചോദിക്കുക, അതെന്താ നിനക്ക് പതിവില്ലാത്ത ഇത്രയും വലിയ സന്തോഷം? ഒന്നുമില്ല, അമ്മയുടെ പിറന്നാളൊക്കെ അല്ലേ, എല്ലാം നല്ല രീതിയിൽ സന്തോഷമായിട്ടൊക്കെ നടന്നല്ലോ, അതിൻ്റെ ഒരു സന്തോഷമാണ്. എന്നാലും പതിവില്ലാത്ത ഒരു സന്തോഷം കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട്. എന്നാൽ പിന്നെ എനിക്ക് സന്തോഷം ഇല്ലയെന്ന് ഞാൻ പറയാം. അതല്ലടി മോളെ, നീ ഈ സമയം നല്ല സന്തോഷമായിട്ടും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലതൊക്കെ ചിന്തിച്ചിരിക്കുന്നിങ്ങനെ നമ്മുടെ മോഹിനി കരുണയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കരുണ പായസമൊക്കെ കുടിക്കാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളായിട്ട് പായസം കുടിക്കാനായിട്ട് പോവാണ്. ആ സമയത്ത് നമ്മുടെ മേഘനാഥൻ പറഞ്ഞതനുസരിച്ച് ഗുണ്ടകൾ കൊണ്ടുവന്ന് സാഗറിൻ്റെ തോമസ് ഡോക്ടറുടെ കാറിൽ ഇത് കൊണ്ടുവച്ചൊക്കെയാണ് മയക്കുമരുന്ന്. അങ്ങനെ ഒരാളെ വിളിച്ച് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറയാണ്, ഇങ്ങനെ തോമസ് ഡോക്ടറുടെ ഇന്ന നമ്പർ ഇന്ന കാറിൽ ഇങ്ങനെ മയക്കുമരുന്നുണ്ടെന്ന് നിങ്ങളിപ്പോൾ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്നും പറഞ്ഞു. അങ്ങനെ പോലീസുകാർ അപ്പം തന്നെ ഇറങ്ങി ചെക്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ തോമസ് ഡോക്ടറും സാഗറും കൂടെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പോലീസ് വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് നിർത്തുകയാണ്. ആ സമയത്ത് നമ്മുടെ സാഗറും തോമസ് ഡോക്ടറും കൂടെ ചോദിക്കുക, എന്താണ് പോലീസ് ഇങ്ങനെ തടയണേ? അപ്പോൾ സാഗറിൻ്റെ അടുത്ത് പറയും, നീ ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങടാന്ന് പറയും. അപ്പോൾ തോമസ് ഡോക്ടർ ചോദിക്കുക, എന്താണ് അവനെന്തേ കുഴപ്പം എന്തെന്ന് ചോദിച്ചിറങ്ങുമ്പോൾ, സാറാണോ സാറേ, ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി, അപ്പോൾ അതനുസരിച്ച് ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണമല്ലോ എന്ന് പറയുന്നുണ്ട്. എന്താണോ, എന്ത് ഇൻഫർമേഷനാണ്? അത് ഞങ്ങൾ പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ മാറിക്കൊടുക്കുമ്പോൾ ഈ പോലീസുകാരെല്ലാവരും കൂടെ ചേർന്ന് ആ വണ്ടി ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു പൊതി കിട്ടുകയാണ് ഫ്രണ്ടിൽ. അപ്പോൾ സാഗറും തോമസ് ഡോക്ടറും മുഖത്തോട് നോക്കി, ഇതെന്താ ഈ പൊതി, ഇത് എവിടെ നിന്ന് വന്നതാ? കാരണം അവർക്കറിയില്ലല്ലോ, അവരിതൊന്നും ഇതിനെ സംബന്ധിച്ചൊന്നും അവരറിഞ്ഞിട്ടുമില്ല, സാഗറിനും അറിയില്ല, തോമസ് ഡോക്ടർക്കും അറിയില്ല. അപ്പോൾ പോലീസുകാരത് പുറത്തെടുക്കുമ്പോഴത്തേക്ക് അത് മയക്കുമരുന്നാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, സാറേ എനിക്കറിയില്ല, ഇത് എവിടെ നിന്നാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആകെ ആ ഒരു സീനാണ് ലാസ്റ്റായിട്ട് ഇന്ന് മഹാലക്ഷ്മിയിൽ കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ ആകെ ഒരു ഇതായിട്ടുള്ളൊരു സീനാണ്. അപ്പോൾ ഇതെങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. പക്ഷേ എന്തായാലും ഇതിൻ്റെ പിന്നിൽ മേഘനാഥൻ്റെ കൈകളാണ് എന്നുള്ളത് ഇനി തിരിച്ചറിയുകയും മാർക്കോ ഇതിലിടപെട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ മേഘനാഥൻ എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം മേഘനാഥൻ്റെ ലക്ഷ്യം കണ്ണനും മഹാലക്ഷ്മി എന്തായാലും കരുണയുടെയും മുത്തശ്ശിയുടെയും ഇതനുസരിച്ച് ഒരു 2 ദിവസത്തിനകത്ത് അവരുടെ മരണം സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പം സാഗറിനെയും കൂടെ കുടുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഞ്ജുവിന് ആരുമില്ല. അപ്പോൾ എന്തായാലും മഞ്ജുവിനെ പോയി മേഘനാഥൻ ഇങ്ങ് കൊണ്ടുവരാം എന്ന ഒരു ലക്ഷ്യമാണ് മേഘനാഥൻ മനസ്സിൽ കണ്ടത്. അപ്പോൾ ഈ പ്ലാൻ എല്ലാം കൂടെ ഇരുവശത്ത് കരുണയും മുത്തശ്ശിയും, ഇവിടെ ഈ വശത്ത് മേഘനാഥന്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മിക്കും കണ്ണനും അല്ലെങ്കിൽ നമ്മുടെ മഞ്ജുവിൻ്റെയും ജീവിതത്തിനൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുമെന്ന് കണ്ട് തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു ഇൻട്രോ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ പ്രൊമോ ഒക്കെ നിങ്ങളെല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിന് വേണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ എന്ന ഈ ഒരു കുഞ്ഞു ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വേറെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും നല്ലൊരു സൺഡേ വിഷ് ചെയ്തുകൊള്ളുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.